ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തലയിൽ ഇതെല്ലാം കെട്ടിവെച്ച് രക്ഷപ്പെടാനാണ് ബാക്കിയുള്ള ആളുകളെല്ലാം ശ്രമിക്കുന്നത്. പക്ഷെ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ നിർണായകമായ ചില മൊഴികളുണ്ട്. എത്ര മൊഴികൾ മുക്കിക്കഴിഞ്ഞാലും ഇത് വന്ന വഴികൾ ഏതാണ് എന്ന് കോടതി അന്വേഷിക്കുമല്ലോ. അതിൽ തന്നെ എൻ വാസുവിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മുൻ ദേവസ്വം കമ്മീഷനും അതുപോലെ തന്നെ CPM-ന്റെ സന്തത സഹചാരിയും വീണ്ടും CPM പിടിച്ചിട്ട് ഈ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആക്കിയ ആളുമാണ് എൻ വാസു ആണ് ഇതിന് അനുമതി കൊടുത്തത്. അതായത് സ്വർണം ചെമ്പാണ് എന്ന് പറയുകയും ചെമ്പ് കൊണ്ടുപോയിട്ട് ഈ പറയുന്ന പോലെ സ്വർണം പൂശാനുള്ള അനുമതി എൻ വാസു കൊടുത്തു എന്ന പുതിയ വെളിപ്പെടുത്തൽ വന്നിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. അതുപോലെ തന്നെ CPM-ന്റെ നേതാവായിട്ടുള്ള പത്മകുമാറിന്റെ മകന് യോഗദണ്ഡും അതുപോലെ സ്വർണം പൂശിയ രുദ്രാക്ഷവും എടുത്ത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുത്തു. ചോദിക്കുമ്പോൾ എന്റെ മകന്റെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യം നടക്കും എന്നാണ് പറയുന്നത്. അതും സ്വന്തം ഉത്തരവാദിത്വത്തിലാണ് പത്മകുമാർ അത് ചെയ്തത്. അതിൽ പോലും വലിയ രീതിയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന് സംശയിക്കുന്നുണ്ട്. അപ്പൊ പത്മകുമാറിന്റെയും മകന്റെയും പേരിൽ അന്വേഷണം ഇതുവരെ നടന്നിട്ടില്ല. എന്തുകൊണ്ട് പോറ്റി എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. പോറ്റിയവർ, അതാണ് ഇതിനാദ്യം ചോദിച്ചത്. ആ പോറ്റിയവരെ പിടിക്കുന്നതിനൊപ്പം തന്നെ ഈ പത്മകുമാറിന്റെയും മകന്റെയും കാര്യം കൂടെ അന്വേഷിക്കണം. അതെന്താ SIT അന്വേഷിക്കാത്തത്? അതെന്താ ജനങ്ങളെ പൊട്ടന്മാരാക്കുകയാണ്?